നമ്മുടെ ക്യാരറ്റും 1/2 കപ്പ് നാളികേരം വെച്ച് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് ഫസ്റ്റ് മുറിച്ചെടുക്കാം. ക്യാരറ്റൊക്കെ കട്ട് ചെയ്തെടുത്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് നാളികേരം ചേർക്കാം. ഇത് രണ്ടും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ക്യാരറ്റും നാളികേരവും അരച്ചെടുത്തു. ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചേക്കുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് ഒരു പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ഇത് ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ച ക്യാരറ്റിലേക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല്. ഇതെല്ലാം കൂടി നല്ലോണം ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. എല്ലാം ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. 1/4 കപ്പ് ഓയിൽ, ഒരു പിഞ്ച് ഫുഡ് കളർ. ഇത് ഓപ്ഷനാണ്. ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഓയിൽ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ബാറ്റർ റെഡിയായി. ഞാൻ കേക്ക് ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കാൻ പോണത്. ബട്ടർ ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസിലാണ് ഞാൻ ബേക്ക് ചെയ്ത് എടുക്കാൻ പോണത്. 10 മിനിറ്റ് ഒരു പാത്രം ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 25 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കാൻ പോണത്. 25 മിനിറ്റിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് വെന്തുണ്ടാവും. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നട്ട്സ്, ക്യാരറ്റ് എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പാത്രത്തിൻ്റെ ഉള്ളിൽ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. നമുക്ക് മുകളിൽ അടപ്പ് വെച്ച് അടയ്ക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. കേക്ക് വെന്തുണ്ടോ നോക്കാം. കേക്ക് വെന്തുണ്ട് കേട്ടോ. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് തണുത്തു. നമുക്ക് ഡീമോൾഡ് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റും നാളികേരം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി, നല്ല കേക്കിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പിക്ക്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.